ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു കിടിലൻ സ്പൈസി മസാല പാസ്ത ഉണ്ടാക്കിയാലോ? എങ്ങനെയാണ് നമുക്കിത് നോക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണിത്. അതിനായി നമുക്ക് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ച് വന്ന ശേഷം ഒരു കപ്പ് പാസ്ത നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ, കുറച്ച് ഉപ്പും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ യൂസ് ചെയ്യുന്നത് പാസ്തകൾ ബോയിൽ ആയതിനു ശേഷം തമ്മിൽ ഒട്ടിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഓവർ കുക്ക്ഡ് ആവാതെ നോക്കിക്കോ. പാസ്ത കറക്റ്റായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ വേറൊരു പാത്രത്തിലോട്ട് ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്കൊരു പാൻ സ്റ്റൗവിൽ ചൂടാക്കാൻ വയ്ക്കാം. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം 4 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കുറച്ച് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും അതിലോട്ട് ഇട്ട് കൊടുക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 സ്പൂൺ മതിയാവും. കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും 1 സവാള കട്ട് ചെയ്ത് വെച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. സവാള നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കേണ്ടതാണ്. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. സവാള ഗോൾഡൻ കളർ ആയ ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയും ഇതെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് എല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടേസ്റ്റിൻ്റെ സോളായ സ്പൈസസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, ഞാനിവിടെ 1/2 ടീസ്പൂൺ പെപ്പർ പൊടിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എരിവിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് പെപ്പർ പൊടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് സംഭവം. അപ്പോൾ പാസ്തയുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലോട്ട് ഊറ്റി വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ കിടിലൻ ടേസ്റ്റിയായ സ്പൈസി മസാല പാസ്ത റെഡി. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിൽ സെർവ് ചെയ്ത് നോക്കാം. ആഹാ, അടിപൊളി. നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില ഒരു അലങ്കാരത്തിന് വേണ്ടി ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.